എല്ലാവർക്കും സ്വാഗതം പുതിയ റെസിപ്പിയിലേക്ക്. മാമ്പഴക്കാലം ആയതുകൊണ്ട് നല്ല പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ലസ്സിയാണ് ഇന്ന് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല പഴുത്ത മാങ്ങയും ഒട്ടും പുളിക്കാത്ത തൈരുമാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ മാങ്ങ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. ആ അരച്ചെടുത്ത മാങ്ങയിലേക്ക് കട്ട തൈര് ഒഴിക്കുക. തൈരിന് കട്ടി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി നല്ല തണുപ്പിൽ കഴിക്കണം എന്നുള്ളവർക്ക് വെള്ളത്തിന് പകരം ഐസ് ക്യൂബും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മാങ്ങയും തൈരും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇടേണ്ടി വന്നുള്ളൂ. മാങ്ങയുടെ മധുരത്തിന് അനുസരിച്ചിട്ടാണ് പഞ്ചസാര ഇടാവുള്ളൂ. ഒരുപാട് പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ ലസ്സിയുടെ സ്വാദ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ചെറിയ മധുരം മതി കേട്ടോ. കുറച്ച് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായുടെ പൊടി മതി, അല്ലെങ്കിൽ നമുക്ക് ആ മാങ്ങയുടെ മണം ശരിക്ക് കിട്ടില്ല. പിന്നെ ബദാം, പിസ്ത അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കട്ട് ചെയ്തിട്ടുള്ളൂ. സെർവ് ചെയ്യണ സമയത്ത് കുറച്ച് മാങ്ങയുടെ കഷ്ണങ്ങളും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബദാമും പിസ്തയൊക്കെ ഓപ്ഷണലാണ്, വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. കമൻറ്റുകൾ അയയ്ക്കുക. നിങ്ങളുടെ ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്നെയാണ് എനിക്കുള്ള സപ്പോർട്ട്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വേഗം തന്നെ വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ.